പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അയ്യപ്പ ക്ഷേത്രമായ ഭൂതക്കുളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ആ ഉത്സവം കാണുന്നതിനായിട്ട് ആണ് ഞാനിവിടെ വന്നത്. ഏകദേശം 4-5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വളരെ വലിയ ഒരു ഉത്സവമായിരുന്നു. അതായത് ഇന്നിപ്പോൾ ഈ ദിവസം, അതായത് ഉത്സവത്തിൻ്റെ തലേ ദിവസമാണ്. അവിടുത്തെ ഘോഷയാത്രയും ഒക്കെ വളരെ മനോഹരമാണ്. ഒരുപാട് കലാപരിപാടികളും അതുപോലെ തന്നെ ചെണ്ടമേളം, ഫ്ലോട്ടുകൾ, പലതരത്തിലുള്ള ഫ്ലോട്ടുകൾ, കലാരൂപങ്ങൾ, വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കലാപരിപാടികളാണ് എൻ്റെ തലേ ദിവസം നടക്കുന്ന ഘോഷയാത്ര. ഏകദേശം രാത്രി 1 മണി വരെ, 1 മണി 1-1:30 നീണ്ടു നിന്നൊരു പരിപാടിയാണ്. ഭയങ്കര ജനങ്ങളായിരുന്നു, ആയിരക്കണക്കിന് ജനങ്ങളായിരുന്നു ഈ ഒരു പരിപാടി കാണുന്നതിനായിട്ട്. ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് നിന്ന് ഓരോ സ്ഥലത്തു നിന്നും ഓരോരോ ഗ്രൂപ്പുകളായിട്ടാണ് ഘോഷയാത്ര അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. വളരെ മനോഹരമായിരുന്നു, വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. ഇത് ഇന്ന് ഈ കൊട്ടുന്നവരൊക്കെ ഇപ്പോഴത്തെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ. ഇതുപോലെ ഈ രീതിയിലുള്ളൊരു ചെണ്ട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ബാക്കിലെ തെയ്യത്തിൻ്റെ വേഷം കെട്ടിയ ആൾക്കാരുടെ ആ നൃത്തവും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി കാണുന്നത്. കണ്ട ഇതേപോലെ ആ പച്ച ഡ്രസ്സിട്ട് അതെന്ത് സൈസ് ചെണ്ട എന്നറിയത്തില്ല, പക്ഷെ അതൊരു പ്രത്യേക സൗണ്ടാണത്. LED വെച്ച തെയ്യ രൂപങ്ങളിലെല്ലാം അതിനകത്ത് LED ബൾബൊക്കെ ഘടിപ്പിച്ച് രാത്രിയായിട്ട് ഭയങ്കര ഭംഗിയായത് കാണാൻ. ഇത് തന്നെ ഞാൻ കുറേ നേരം നിന്ന് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്ന്. ഏകദേശം 10 ഇതേ ഈ തെയ്യത്തിൻ്റെ അതേ രൂപത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഗ്രൂപ്പുകളായിട്ട് ഇതുപോലുള്ള ടീമുകൾ ഉണ്ട്. 2 സൈഡിലായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളാണ്. സൂചി കുത്തവിടല്ലാത്ത രീതിയിലുള്ള ജനങ്ങളാണ് ഇവിടെ മൊത്തം. വേറെ അനുഭവമാണ്. ഏകദേശം രാത്രി 1 മണി 1-1:30 ആവാൻ സാധ്യതയുണ്ട് ഇതെല്ലാം തീർന്നു വരുമ്പോൾ. ഉണ്ടോ, ഇതിങ്ങനെ ഒരു പ്രത്യേകതരം സ്റ്റെപ്പുകളാണ് ഇവർക്കുള്ള. സാധാരണ ഒരു ഡാൻസ് പോലെയല്ല, വേറൊരു രീതിയിലുള്ളൊരു സ്റ്റെപ്പുകൾ വെച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂമാണ്. ഒരു കാലിൽ ചിലങ്ക പോലത്തെ സാധനങ്ങൾ, തലയിൽ ഇത് ചെണ്ടമേളം. ഇത് വന്ന ഗ്രൂപ്പുകളിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട, വളരെ താളാത്മകമായും ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇത് ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ തന്നെ ഒരു ആന, നല്ല നെറ്റിപ്പെട്ടുമൊക്കെ വെച്ച ഒരാന ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ തല പൊക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ DJ ലൈറ്റും അതിൻ്റെ കൂട്ടത്തിൽ കളിക്കുന്നതിനായിട്ട് കുറേയധികം ആൾക്കാർ. അത് ഒരു രസമായിരുന്നു. അതിൻ്റെ പുറത്തായി ചുവപ്പ് ലൈറ്റ് എത്തുന്നുണ്ട്. ഭാരമായ സൗണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല, സൂപ്പർ സൗണ്ടും. അതുകൊണ്ട് ഈ ഡാൻസ് കളിക്കുന്നു. ഇതിൽ നീ വരുന്ന വർണ്ണക്കടലാസുകൾ നല്ല രസം. ഇത് അടുത്ത് നിന്ന് കാണാം. ഞാനിത് അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യുകയാണ്.
തറയിൽ റോഡ് നിറയെ ഇതിൻ്റെ പേപ്പറാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് പരിപാടി കഴിഞ്ഞ് ഇത് വൃത്തിയാക്കാൻ കുറച്ച് ദിവസം എടുക്കും. ഡി ജെ പാട്ട് വണ്ടി തന്നെ കുറേ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ ഒരു ഘോഷയാത്ര, ഈ അമ്പലത്തിലെ ഘോഷയാത്ര കാണാനായിട്ട് ആദ്യമായിട്ടാണ് പോണത്. ഈ രൂപങ്ങൾ, അതുപോലെ തന്നെ നമ്മളിപ്പം പുതിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നില്ല സിനിമ നടന്മാരുടെ, കോമഡി നടന്മാരുടെ രൂപങ്ങൾ, അതുപോലെ തന്നെ ഈ പോപ്പർ ബ്ലാസ്റ്റ്, അതൊക്കെ കുറേ നേരത്തേക്ക് അവിടെ ഭയങ്കര സൗണ്ടും ഭയങ്കര ഒരു ആഘോഷം ആയിരുന്നു. അതുപോലെ തന്നെ ദാണ്ടെ ഈ ഗണപതി, ഇതിങ്ങനെ ക്രെയിൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഭയങ്കര ഹൈറ്റിലോട്ട് പോകും. കാലിങ്ങനെ ഇങ്ങനെ വെക്കുന്നുണ്ടോ, പോയി ഹൈറ്റിലേക്ക് പോയിട്ട് എൻ്റെ തലയിൽ നിന്ന് ഒരു സൈസ് വെള്ളം ഇങ്ങനെ തെറിച്ച് വീഴും. കുറേ നേരം അവിടെ ചിലവഴിച്ചു. രാത്രി 12-1 മണിയായി.